സർ, വേറൊരു ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഈ രാഷ്ട്രീയ സേവനം എന്ന് പറയുന്നത് ജനകീയമാണോ സത്യത്തിൽ? രാഷ്ട്രീയ സേവനം എന്നത് ജനകീയമാണോ? ഡെഫിനറ്റ്ലി രാഷ്ട്രീയ സേവനമാണ് നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ച് ജനാധിപത്യത്തിന് കൊടുക്കുന്ന ഊന്നൽ. അത് വിഭാവനം ചെയ്ത സമയത്ത് ജനാധിപത്യത്തെ പരിപോഷിപ്പിക്കാനും ജനസേവനം കൃത്യമായി നടത്തുവാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇന്ന് ജനസേവനം എന്ന് പറയുന്നത് അവരുടെ താല്പര്യങ്ങൾക്ക് വിധേയമായി അവർ കാണുന്ന ആംഗിളിലൂടെ പ്രവർത്തിച്ച് ജനങ്ങളെ മഠയന്മാരാക്കുന്ന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. രാഷ്ട്രീയം ശരിക്കും ഇപ്പോൾ ഒരു ജനസേവനമല്ല, ഒരു സെൽഫിഷായ ഒരു സമ്പാദ്യശീലമാണെന്നാണ് എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. വളരെ മോശമായ പ്രവർത്തനമാണ് ഇന്ത്യയിലാകമാനം, പ്രത്യേകിച്ച് കേരളത്തിലും നടന്നു വരുന്നത്. ഏതാനും ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ സഹായിക്കുന്നുണ്ടെങ്കിൽ ആ തുടക്ക ഭരണകാലത്ത് ഒരു വർഷക്കാലം ജനകീയമായി പല കാര്യങ്ങളും ഇടപെടുകയും മറ്റുള്ള ഒരു 4 വർഷക്കാലം സൈലൻ്റായിരുന്ന് അവരുടെ ഭാഗം മാത്രം പറയുകയും അവരുടെ ലക്ഷ്യം വരെ മാത്രം പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ ശ്രമിച്ചു വരികയാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാർ ഒരു ജനസേവകരല്ല. ഈ സോഷ്യൽ മീഡിയയിലെ പ്രശ്നങ്ങളും പോലീസിൻ്റെ അക്രമങ്ങളും അതൊരു വാർത്തയാണല്ലോ ഈ അടുത്ത സമയങ്ങളിൽ. സോഷ്യൽ മീഡിയയിലെ അതിക്രമമുണ്ടല്ലോ, അതിൽ പോലീസ് ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിൻ്റെ ഗുരുതരാവസ്ഥകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ മനുഷ്യാവകാശ ഫോറം ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സാറും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ആളായിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. അതായത് സോഷ്യൽ മീഡിയ വന്നതോടുകൂടി തന്നെ അകത്തളങ്ങളിൽ ഒളിഞ്ഞു കിടന്ന മനുഷ്യാവകാശങ്ങളും മൗലികാവകാശങ്ങളും പുറത്തേക്ക് വരാൻ കാരണമായി. അതൊരു വലിയ നേട്ടം നമുക്കും വ്യക്തികൾക്കും രാജ്യത്തിനും കുടുംബത്തിൻ്റെ അകത്തളങ്ങളിലിരിക്കുന്ന വല്യമ്മമാർക്കും സ്ത്രീകൾക്കും വരെയും ഉപകാരപ്പെടുന്നുണ്ട്. പക്ഷെ അത് ദുർവിനിയോഗം ചെയ്യുന്നൊരു വിഭാഗം, അത് വെച്ച് പലരെയും ചൂഷണം ചെയ്യുന്നൊരു വിഭാഗം പ്രവർത്തിച്ചു വരുന്നുണ്ട്. ശക്തമായ അതിനെ മേലെ നടപടിയെടുക്കാനും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സോഷ്യൽ മീഡിയ വളരെ ഫലപ്രദമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒളിച്ചു വയ്ക്കപ്പെട്ട പത്രങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, അതല്ലെങ്കിൽ എഴുത്തു മാധ്യമങ്ങളെല്ലാം ചില വാർത്തകൾ മുക്കിക്കളയും. കാരണം അത് അവരുടെ സാമ്പത്തിക ലക്ഷ്യവും അല്ലെങ്കിൽ അവരുടെ മറ്റ് രാഷ്ട്രീയ ലക്ഷ്യവും ആകാം. അങ്ങനെ അവരത് ഒഴിവാക്കി കളയും. അങ്ങനെ വരുമ്പോൾ അത്തരം കാര്യങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ പത്രങ്ങളിൽ കൂടി വരുന്ന വാർത്തകൾ ഒതുക്കി വെച്ചത് പുറത്തേക്ക് കൊണ്ടുവരാൻ, അതല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗങ്ങളിൽ ഉള്ള തെറ്റായ വിവരങ്ങളെ കൊണ്ടുവരാൻ, പുറത്തു ജനകീയമാക്കാനും സോഷ്യൽ മീഡിയ ഉപകാരപ്പെട്ടിട്ടുണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ ചില കാര്യങ്ങൾ ദോഷകരമായി ചെയ്യുന്നുണ്ട്. കാരണം ഇല്ലാത്ത വാർത്തകൾ സൃഷ്ടിക്കുക, അതുപോലെ തന്നെ വാർത്തകളിൽ കൂടി തന്നെ മറ്റ് ലക്ഷ്യങ്ങൾ നേടി മുന്നോട്ട് കൊണ്ടുപോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും നിരവധിയായ വാർത്താ ചാനലുകളും നല്ല നിലക്ക് പ്രവർത്തിക്കുന്നവരും എന്നാൽ അവരുടേതായ സെൽഫിഷായ കാര്യങ്ങൾക്ക് പ്രവർത്തിക്കുന്നവരും ഇന്ന് ഇന്ത്യയിലാകമാനം സജീവമായി വന്നിരിക്കുന്നു. ഈ എൻ ജി ഒകളെ പറ്റി പ്രത്യക്ഷത്തിൽ അവരെന്താണ് ചെയ്യുന്നത്, പരോക്ഷമായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയാമോ? അല്ല, എൻ ജി ഒ എന്ന് പറയുന്നത് സർക്കാരിനെ പിന്താങ്ങുക, അതായത് ലാഭേച്ഛയില്ലാത്ത പ്രവർത്തനം പൊതുജനങ്ങൾക്ക് എത്തിക്കുക, പെട്ടെന്നുള്ള സഹായങ്ങൾ പൊതുജനങ്ങൾക്ക് എത്തപ്പെടുമ്പോൾ സർക്കാരിൻ്റെ കടമ്പകളും അതിൻ്റെ റെസിസ്റ്റൻസും കഴിഞ്ഞ് സമയമെടുത്താലേ ഒരു കാര്യത്തിൽ ഇടപെടാൻ പറ്റുള്ളൂ. എൻ ജി ഒ എന്ന് പറയുന്ന സഡനായിട്ട് അവൻ എവിടെയാണോ ആ സ്ഥലത്തെത്തുകയും അവനെ ഹെൽപ്പ് ചെയ്യുകയും അതിൻ്റെ നിയമവശങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അതിന് കൊടുക്കേണ്ട അധികാരികൾ ആരെന്ന് കണ്ടെത്തി അവർക്ക് യഥാവിധി പരാതികൾ സമർപ്പിക്കുകയും ചെയ്ത് 10-15 ദിവസം കഴിയുമ്പോഴായിരിക്കും ഒരു ചലനം സർക്കാർ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ ഉണ്ടാകുക. അങ്ങനെ വരുമ്പോൾ തന്നെ എൻ ജി ഒ ഇല്ലെങ്കിൽ രാജ്യം തന്നെ ഇല്ല. അത്രയും പ്രധാനമാണ് എൻ ജി ഒസ്. നിരവധിയായ എൻ ജി ഒസ് ഉണ്ട്.
അതിലിപ്പോൾ അലിഗേഷൻ നടത്തുന്നവരും ഉണ്ടാകാം, അതില്ല എന്നല്ല. അത് ഏതൊരു കാര്യത്തിലും നമ്മുടെ ജനങ്ങളുടെ ഭാഗത്ത് തന്നെ എത്ര ആൾക്കാർ തെറ്റ് ചെയ്യുന്നവരുണ്ടാവും, ശരി ചെയ്യുന്നവരുണ്ടാവും. കുടുംബത്തിൽ തന്നെ എത്ര പേര് മദ്യപാന്മാരുണ്ടാവും, ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവും, അതല്ലെങ്കിൽ മറ്റ് അനാചാരങ്ങളിൽ പെടുന്നവരുണ്ടാവും. അത് നമ്മൾ നിയന്ത്രിക്കാൻ നമുക്ക് സംവിധാനം ഉണ്ടാകണം എന്നല്ലാതെ ഈ പറയുന്ന NGOs എന്ന് പറയുന്നത് ഇന്ത്യയുടെ നട്ടെല്ലാണ്. ഈ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മാൻ പവറാണ് നമുക്കുള്ള മുതൽക്കൂട്ട്. ഇന്ത്യ എന്ന് പറയുന്നത് മാൻ പവറാണ്. മറ്റ് രാജ്യങ്ങളിൽ പലതും മസിൽ പവറാണ്, മറ്റ് രാജ്യങ്ങളിൽ മണി പവറാണ്. പക്ഷേ ഇന്ത്യയുടെ മഹാത്മ്യം ഇന്ത്യക്ക് മാത്രം. അത്തരത്തിലുള്ള ഈ ഇന്ത്യ രാജ്യത്തെ ഏത് വിഷയങ്ങളും വഴി കിടക്കുന്ന ഒരുത്തനായാലും സാമ്പത്തികം ഇല്ലാതെ വീടുകൾ എത്താൻ പറ്റാത്ത അവസ്ഥയിൽ പാതിരാത്രിയിൽ അകപ്പെട്ടു പോകുന്നവർ, സ്ത്രീകളും കുട്ടികളും വയോജനങ്ങളും ഉൾപ്പെടെ ഈ സന്നദ്ധ സേവകരുടെ പ്രവർത്തനം സജീവമായി അവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നിസ്തർക്കം നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിനെ സർക്കാരുകൾ നിയന്ത്രിക്കുകയും റെസ്ട്രിക്റ്റ് ചെയ്യുകയും ചെയ്താൽ ഈ പറയപ്പെടുന്ന സേവനം ഈ ഇന്ത്യ രാജ്യത്ത് ലഭിക്കാതെ വരും എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. സാധാരണക്കാരന് വേണ്ടിയിട്ട് ഈ അടുത്ത സമയത്തൊരു വലിയ പദ്ധതി ഹ്യൂമൻ റൈറ്റ്സ് ഫോറം തയ്യാറാക്കി. അതായത് ഹോസ്പിറ്റലുകളിലെ ബില്ലുകളും മെഡിസിൻ്റെ വിലകളും എല്ലാം അവിടെ പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞു. അത് നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കുകയും അതിനെ വേണ്ടുന്ന വിധികൾ നേടുകയും ചെയ്യുമെന്ന് അന്ന് ഹ്യൂമൻ റൈറ്റ്സ് ഫോറം പറഞ്ഞു. അതിനെക്കുറിച്ച് എന്തായി? അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? അത് നമ്മുടെ സംസ്ഥാന കോർഡിനേറ്റർ സജി നമ്പൂതിരിയാണ് ആ വിഷയം കൊണ്ടുവന്നത്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് 2018 പാസ്സാകുകയും 2019, 20, 20, 21, 22, 23, 24 വർഷങ്ങളിലെ അതിനെ തർക്ക വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രൈവറ്റ് ആശുപത്രി അസോസിയേഷൻ കോടതികളെ സമീപിക്കുന്നത് വഴി അത് വെളിച്ചം കാണാതെ ആ ഫയൽ കിടക്കുകയും ഈ 2025 അത് ആ സ്റ്റേ വെക്കേറ്റ് ആകുകയും അതിൻ്റെ ഫലമായി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് എല്ലാ ആശുപത്രികളിലും പ്രദർശിപ്പിക്കണമെന്നും ഇംഗ്ലീഷിലും മലയാളത്തിലും പൊതുജനം കാണത്തക്ക വിധം ഓപ്പൺ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും ചികിത്സാ ചെലവുകൾ ഓരോ ഇനത്തിനും ഇത്ര ചികിത്സാ നിരക്കുകൾ ഓരോ ആശുപത്രിക്കും വ്യത്യസ്തമായിരിക്കാം, പക്ഷേ ചികിത്സാ നിരക്കുകൾ എഴുതി പ്രദർശിപ്പിക്കണമെന്നുള്ള ആ നിയമം വളരെ 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 വിജയമായിട്ടുണ്ട്. പക്ഷെ പല ആശുപത്രികളിലും ഇന്നും പ്രവർത്തിക്കുന്നില്ല. അവർക്കെതിരെ നാം ശബ്ദിച്ചാൽ അവർ മറ്റൊരു കേസ് കൂടി നമ്മുടെ പേരിൽ കൊണ്ടുവരുമെന്ന് ഭയപ്പെടുന്നതുകൊണ്ട് പല NGOസും തൽക്കാലം പത്തി താഴ്ത്തി നിൽക്കുകയാണ്. സർക്കാർ വേണ്ട വിധം അതിനെ ഉയർത്തിക്കൊണ്ടുവരാനും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് തീർച്ചയായും പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധം ഉയർത്തിക്കൊണ്ടുവരാൻ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പുവരുന്നു. അതിൽ ഈ സർജറിയുടെ മറ്റ് ഡീറ്റെയിൽസും അതിനകത്തുണ്ടാവും അല്ലേ? ഇപ്പം സർജറിക്ക് നമ്മൾ മേടിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഇത്ര രൂപ എല്ലാം, മെഡിസിൻ, അവർ ചെയ്യുന്ന മെഡിസിൻ, സിസ്റ്റേഴ്സിൻ്റെ ചിലവ്, അതുപോലെ തന്നെ ആ ആശുപത്രിയുടെ റൂം റെൻറ്റ്, അതല്ലെങ്കിൽ അതിൻ്റെ ആ വാർഡാണെങ്കിൽ ആ ബെഡിൻ്റെ ചാർജ്, അതേപോലെ തന്നെ മെഡിസിനിൽ ഏതൊക്കെ മെഡിസിൻ ചെയ്തു, ഇതെല്ലാം ആ മെഡിസിൻ ഇത് ഇത്തരം റേറ്റ് പബ്ലിഷ് ചെയ്യുന്നത് വഴി ഈ കാര്യങ്ങൾ വ്യക്തമാകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്റ്റിൽ ഒരു ലാബ് അവിടെ നടക്കണമെങ്കിൽ ലാബ് ടെസ്റ്റിൻ്റെ റേറ്റ് വരെയും പ്രസിദ്ധപ്പെടുത്തണമെന്നാണ് നിയമം. വളരെ സ്തുത്യർഹമായ നിയമം പലതുമുണ്ട്, പക്ഷേ നിയമം അനുസരിക്കുക എന്നുള്ളത് ഇവിടെ സ്വാഭാവികമായിട്ടും നടക്കുന്നില്ല. അത് നമ്മുടെ ജനാധിപത്യ സർക്കാരിൻ്റെ ഈ സേവനം തൽപരതയുടെ കുറവ് തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു നിയമം പാസ്സാക്കിയാൽ നിയമം പ്രാവർത്തികമാക്കാൻ പോലീസോ മറ്റ് ഇൻറ്റേർണൽ ഫോഴ്സോ കൊണ്ട് അത് നടപ്പിലാക്കുമ്പോഴാണ് ജനങ്ങൾക്ക് ലഭ്യമാകുള്ളൂ. ജനങ്ങൾക്ക് ഇപ്പോൾ ക്ഷേമ പെൻഷൻ 3000 രൂപ ക്ഷേമ പെൻഷൻ എന്നും പറഞ്ഞ് നമ്മൾ ഇപ്പോൾ അധികാരത്തിൽ കയറി. പഴയ 2000 തന്നെ കൊടുക്കുകയുള്ളൂ. ഇനി 3000 ആക്കാമെന്ന് അവർ ഉറപ്പുണ്ടെങ്കിൽ കൂടി എത്രയോ സമയം താമസിച്ചിട്ടായിരിക്കും ഇനി ആ 3000 ആക്കുക.
ആ ക്ഷേമ പെൻഷൻ കിട്ടുന്നത് വഴി വളരെ ദരിദ്രരായ കുടുംബങ്ങളിലെ അമ്മമാരെയും വയോധികരെയും മക്കൾ പുറത്താക്കുന്ന അവസ്ഥയിൽ നിന്നും വലിയ മാറ്റം സൃഷ്ടിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ ആ പെൻഷൻ പദ്ധതി, സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതി നമ്മുടെ കോവിലുകളുടെ മുമ്പിലും ടെമ്പിളുകളുടെ മുമ്പിലും അമ്മയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി മരുമകളുടെ ഉപദേശത്താൽ അമ്പലത്തിൽ കുടിയിരുത്തുന്ന അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവർ തിരിച്ചു പോകും. പിന്നെ അങ്ങോട്ട് തിരിച്ചു ചെന്നിട്ട് ഗുരുവായൂർ അമ്പലത്തിലും അത്തരം നിരവധി സംഭവങ്ങൾ നടന്നതായി മനുഷ്യാവകാശ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തകർ കുഗ്രാമങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള നീതി നിഷേധം കണ്ടെത്തുക, അത് നമ്മൾ അതിനു വേണ്ടി ഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണുള്ളെങ്കിലും ഈ മനുഷ്യാവകാശ സംഘടനകൾക്കൊന്നും ഫണ്ട് ലഭ്യമല്ല, സർക്കാർ ഗ്രാൻറ്റ് ലഭ്യമല്ല, CSR ഫണ്ട് പോലും ലഭ്യമല്ല. അതൊക്കെ ഉന്നതർ തട്ടിയെടുക്കുന്ന കാലഘട്ടത്തിൽ NGOയുടെ കാര്യം അവതാളത്തിലാണ്. അത് നിങ്ങൾ പ്രത്യേകം ആ കാര്യത്തിലൊന്ന് ഊന്നൽ കൊടുക്കണമെന്നാണ് മീഡിയ എന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്. പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുകയാണ് നിങ്ങൾ.